ഹായ്, നമ്മളിന്ന് ന്യൂ ഇയർ ആയിട്ട് ഇന്നിവിടെ ന്യൂ ഇയർ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എന്താണെന്ന് നോക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു, ഇച്ചിരി സവോള ഇട്ടു കേട്ടോ. സവോള ഇട്ടു, പച്ചമുളക് എണ്ണ ഇടുന്നതല്ല കേട്ടോ, കുറച്ച് എരിവ് മതിയല്ലോ. ചിക്കനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഇവിടെ ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട് ഒന്നിച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ തീരില്ല. അത് കാരണം ഞാൻ ചിക്കൻ്റെ കുറച്ച് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ന്യൂ ഇയറിനുള്ളത് മാത്രം. ഇപ്പോൾ സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഞാൻ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഇതെല്ലാം കൂടെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ, ഇതിനുള്ള ആവശ്യമായിട്ടുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ എണ്ണയിൽ കിടന്ന് അവനൊന്ന് സുന്ദര കുട്ടപ്പനാകട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കളർഫുള്ളാക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി നല്ല കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു, കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ? ന്യൂ ഇയർ ആയതുകൊണ്ട് ഇന്ന് ഒരുപാട് ജീവനുകൾ പോകുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിന്ന് പൊടികളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ചിക്കൻ മസാല ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സവോളയുടെ നടുക്ക് കിണർ കുഴിച്ചതല്ല കേട്ടോ, അത് ഞാൻ വെളിച്ചെണ്ണ കുറവ് മതിയാവുമല്ലോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒരുപാട് കുറയ്ക്കണ ഒരു കൂട്ടത്തിലാണ് ഞാൻ. എന്നാൽ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. അപ്പോൾ അതെല്ലാം കൂടെ പൊടിയൊന്ന് ചൂടാവട്ടെ. പൊടി ചൂടായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ച് കറി വയ്ക്കണമെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എടുക്കാം. അധികം കറി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ശീലമില്ല കേട്ടോ. അപ്പോൾ തക്കാളിക്ക് ഞാനൊരു കുഴി കൊത്തി കൊടുത്തു. തക്കാളി നടുക്ക് കിടന്ന് വെന്ത് നന്നായിട്ട് ഉടഞ്ഞെടുക്കണം. അതിനുവേണ്ടി അത് ഞാൻ മൂടിയിട്ടു കേട്ടോ. കുറച്ച് നേരം തക്കാളി ഒന്ന് പൊതച്ച് കിടന്നോട്ടെ എന്ന് വെച്ചു. ചെറിയ മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടല്ലോ, പൊതച്ച് കിടക്കട്ടെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ആയി. ചെറിയ തക്കാളിയാണെങ്കിലും നല്ല പഴുത്ത തക്കാളിയായിരുന്നു കേട്ടോ. ഇപ്പം വെജിറ്റേറിയനൊക്കെ നല്ല വിലയാണ്. മണ്ഡലമാസം കൂടെയാണല്ലോ. മണ്ഡലമാസമാണെങ്കിലും ഞങ്ങൾ ന്യൂ ഇയറിനൊന്നും ആഘോഷങ്ങളൊന്നും പറ്റുന്നത്രയും ചെയ്യാറുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഞാനപ്പോൾ കുറച്ച് ചിക്കൻ മസാല തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കഴുകി വാരി വെച്ചതാണ് കേട്ടോ. കുളിച്ച് കയറിയ ചിക്കനല്ലേ, കുറച്ച് ക്രീമുകളും ഒക്കെ തേച്ച് സുന്ദരനായിട്ട് കിടക്കട്ടെ, എന്നാലല്ലേ അവനൊരു സന്തോഷമാവുള്ളൂ. അല്ലെങ്കിൽ ഓർക്കില്ല, ഉടുപ്പില്ലാതിരിക്കുമ്പോൾ ഒരു ഇച്ചിരി പൗഡറോ ക്രീമോ ഒക്കെ എനിക്ക് ഇട്ട് തന്നാൽ എന്താണെന്ന് വിചാരിക്കില്ലേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി പൗഡറും ക്രീമും എല്ലാം കൂടെ തേച്ച് അവനെ ഒന്ന് കിടത്തിയേക്കുവാണ് കേട്ടോ. ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചു. വെള്ളം ഒഴിക്കണ ശീലം എനിക്കില്ല കേട്ടോ ആദ്യം തന്നെ, കാരണം ചിക്കനകത്ത് വെള്ളം ഉണ്ടല്ലോ. അതിനകത്ത് കിടന്നൊന്ന് വേകട്ടെ. കാരണം വറുത്തിട്ട് വയ്ക്കുന്നതിനേക്കാൾ ചിക്കനകത്ത് വെള്ളം ഒഴിക്കാതെ അതിനകത്ത് ഇറങ്ങുന്ന വെള്ളത്തിൽ വേകുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത സ്റ്റൗവിൽ എന്താ ചെയ്യണേന്നായിരിക്കും ചിന്തിച്ച് കൂട്ടുന്നത്. ചിക്കൻ മാത്രം പോരല്ലോ, നമ്മുടെ കൂടെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ വേണ്ടേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്തെടുക്കുകയാണ് കേട്ടോ. നെയ്ച്ചോറ് വയ്ക്കാനാണെന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വയ്ക്കുന്ന നെയ്ച്ചോറ് ഇങ്ങനെയാണോ എന്നറിയില്ല. ഞാൻ ഇപ്പോൾ കശുവണ്ടി മുന്തിരി വറുത്തെടുത്തു. ഇനി കുറച്ച് സവോള അതിൻ്റെ മുകളിൽ വെതറാനായിട്ട് വറുക്കുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ വറുത്ത കൂട്ടത്തിൽ ആദ്യം കുറച്ച് ഉപ്പിട്ടിരുന്നു, അത് ശരിക്കൊന്ന് മുരിഞ്ഞു വരാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും സവോള, ഇങ്ങനെ തളർന്നത് പോലെ ആവില്ല വറുത്ത് കോരി എടുത്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ സവോള വറുത്ത് കോരും കേട്ടോ. തൊട്ട് അപ്പുറം ഇരുന്ന് നമ്മുടെ ചിക്കൻ കുട്ടൻ ആവിയിലൊന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ, വേകട്ടെ. അവന് തന്നെ ഇരിക്കുമ്പോൾ ഒരു വിഷമം. എന്നാൽ പിന്നെ ക്രീമൊക്കെ തേച്ചതല്ലേ, ആ തേച്ചിരുന്ന് വേകുമ്പോൾ വെളുക്കുമോ അതെയോ സുന്ദരനാവോ എന്താവുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സവോള വറുത്ത് കോരിയിട്ട് ഇനി ഞാൻ ശരിക്കും ഈ പ്രാവശ്യം യൂട്യൂബിൽ നോക്കി, ഷാൻ ജിയോ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അവരുടെയും കൂടെ നോക്കിയായിരുന്നു കേട്ടോ. ചില നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്നവർ പറയുന്നതും കൂടെ നോക്കുന്നത് ശരിയാണ്. ഞാനപ്പോൾ അന്നേരമാണ് ഈ സവോളയിൽ പഞ്ചസാര ഇടുമ്പം ക്രിസ്പി ആകുമെന്ന് അറിയുന്നത്. അതുവരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഇതുപോലത്തെ പൊടിക്കൈകളൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു, ഡാൽഡ ഒഴിച്ചിട്ടോ. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഡാൽഡയ്ക്ക് ഇങ്ങ് ഇറങ്ങിപ്പോരാൻ ഭയങ്കര ഒരു മടി, തണുപ്പ്. അപ്പം പെരുംജീരകം,
ഗ്രാമ്പു, ഏലക്ക, അങ്ങനെയുള്ള സാധനങ്ങൾ, കുരുമുളക് ഇട്ടു കേട്ടോ, പട്ടയെല്ലാം കൂടി ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ഇവിടെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടന്ന പോലെയാണ്. കുരുമുളക് ഉണ്ടായിരുന്നല്ലോ, എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുമായിരുന്നു. അപ്പോൾ പൊന്നു ചോദിക്കുന്നുണ്ട്, അമ്മ ന്യൂ ഇയർ ഇപ്പം അമ്മയുടെ കൂടെ പോവുമോ എന്ന് ചോദിച്ചു. കുറച്ച് സവോളയും കൂടി ഇട്ട് വഴറ്റുവാണ് കേട്ടോ. ഞാൻ അരി 10 മിനിറ്റ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. റൈസ് 10 മിനിറ്റ് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കുതിർന്നാലാണ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ സവോളയുടെ ഒക്കെ കൂടെ ഇട്ട്, സവോള ശരിക്കും പൊരിയണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതിനകത്തേക്കിട്ടൊന്ന് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യൽ. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. തൊട്ട് തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഉപ്പിട്ടു കേട്ടോ. ചോറിൽ നമ്മൾ സാധാ ചോറിൽ ഉപ്പിടലില്ലാത്തതുകൊണ്ട് ഉപ്പിടാൻ എപ്പോഴും ഞാൻ മറന്നു പോകും കേട്ടോ. ഇതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓർത്ത് വെച്ചു. അപ്പോൾ ചോറ് അരി 5 മിനിറ്റ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് യോജിപ്പിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. എന്തൊക്കെയോ കമ്പും കോലും കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങ നീര് ഒഴിച്ചതാണ് കേട്ടോ. ചെറുനാരങ്ങ നീരിൻ്റെ സവാളയിൽ ഉപ്പിടുന്നതിൻ്റെ ടിപ്പ് എനിക്ക് ഷാൻജിയുടെ ചാനലിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നല്ല പതിയ സ്മെല്ലാണ് പുള്ളി എല്ലാം പറഞ്ഞു തരുന്നത്. ആണുങ്ങളാണെങ്കിലും കുക്കിങ്ങിൽ മോശമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ ചിക്കനും നെയ്ച്ചോറും. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി ന്യൂ ഇയർ.